Hello, my dear students. Welcome to another English class. In this class, we are going to continue with the poetic features. We have discussed certain poetic features in the last class. So, here let us see some more poetic features in this class. ഇനി നമ്മൾ കാണാൻ പോകുന്ന അടുത്ത ഫീച്ചറാണ് ഇമേജറി അല്ലെങ്കിൽ ഇമേജസ് എന്ന് പറയും. ഇമേജറി അല്ലെങ്കിൽ ഇമേജസ്. വാട്ട്സ് ദ മീനിങ് ഓഫ് ഇമേജ്? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇമേജ് എന്ന് പറഞ്ഞാൽ പിക്ചർ എന്നാണ് അർത്ഥം, അല്ലേ? നിങ്ങൾ ഇമേജറിക്ക് മറ്റൊരു വാക്ക് പഠിച്ചിട്ടുണ്ട്, വേർഡ് പിക്ചർ. വേർഡ് പിക്ചർ. വാട്ട് ഈസ് വേർഡ് പിക്ചർ? നാച്ചുറലി we make pictures with our pencil or paint brush, etc., right? With color pencils or paint or pen, pencil, etc., we are making pictures. But what is word picture? A picture made with the help of words is known as word picture. A picture which is made of words is known as word picture. A beautiful woman, a very beautiful woman, അതിസുന്ദരിയായ ഒരു പെൺകുട്ടി എന്ന് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ഞാൻ ഉപയോഗിച്ച കുറേ വാക്കുകളാണ്. അതിസുന്ദരിയായ ഒരു പെൺകുട്ടി, 3 വാക്കുകൾ. എ വെരി ബ്യൂട്ടിഫുൾ വുമൺ. ഞാൻ എഴുതി കാണിച്ചാൽ, പേപ്പറിൽ എഴുതി കാണിച്ചാൽ നിങ്ങൾക്കറിയാം, നിങ്ങളിപ്പോൾ കാണുന്ന പോലെ എ വെരി ബ്യൂട്ടിഫുൾ വുമൺ. 4 വാക്കുകളാണ് ഇവിടെ എഴുതിയിരിക്കുക, ആണല്ലോ. എ വെരി ബ്യൂട്ടിഫുൾ വുമൺ. മലയാളത്തിൽ പറയുമ്പോൾ ഒരു അതീവ സുന്ദരിയായ പെൺകുട്ടി അല്ലെങ്കിൽ അതീവ സുന്ദരിയായ ഒരു സ്ത്രീ, അല്ലേ? ഈ 4 വാക്കുകൾ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ചെറിയ സെൻറ്റൻസിൻ്റെ ഭാഗമാണിത്. പക്ഷേ ഇത് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈ വാക്കുകളല്ല നിങ്ങളുടെ മനസ്സിലേക്ക് വന്നത്, ആണോ? ഒരു എന്നുള്ള വാക്കല്ല നിങ്ങളുടെ മനസ്സിലേക്ക് വന്നത്. സുന്ദരി എന്നുള്ള വാക്കല്ല നിങ്ങളുടെ മനസ്സിലേക്ക് വന്നത്. പിന്നെന്താണ് നിങ്ങൾക്ക് മനസ്സിലേക്ക് വന്നത്? ഒരു സുന്ദരിയായ പെൺകുട്ടി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരിക ഒരു സുന്ദരിയായ പെൺകുട്ടിയുടെ മുഖമായിരിക്കും. നല്ല പഴുത്ത ചുവന്ന ഒരു ആപ്പിൾ എന്ന് ഞാൻ പറയുമ്പോൾ, എ റെഡ് ആപ്പിൾ എന്ന് ഞാൻ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ചിത്രം ഏതിൻ്റെ ആയിരിക്കും? ഒരു ആപ്പിളിൻ്റെ പടമായിരിക്കും. അല്ലാതെ ആപ്പിൾ എന്നുള്ള വേർഡിൻ്റെ APPLE എന്നുള്ള സ്പെല്ലിംഗ് ആണോ? നോ. ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടെക്നിക്ക് യൂസ്ഡ് ബൈ ദ പോയറ്റ്സ്. നമ്മൾ കവിത വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ആശയങ്ങൾ ഏതാണെന്ന് പോയറ്റിൻ്റെ മനസ്സിലുണ്ട്. നമ്മുടെ മനസ്സിൽ കാണേണ്ട ചിത്രം, മനസ്സിൽ കാണേണ്ട പിക്ചർ പോയറ്റ് മനസ്സിൽ കണ്ടിട്ട് അത് വാക്കുകൾ കൊണ്ട് എഴുതി വെച്ചേക്കുകയാണ്. അതിനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ വിളിക്കുക വേർഡ് പിക്ചർ. ഇതേ കാര്യം നിങ്ങൾ മലയാളത്തിൽ പഠിക്കുന്നുണ്ട്. അതിനെ മലയാളത്തിൽ വിളിക്കുന്ന പേരാണ് വാഗ്മയ ചിത്രം. വാക്കുകൾ കൊണ്ട് വരയ്ക്കുന്ന ചിത്രമാണ് വാഗ്മയ ചിത്രം. സോ എ പോയറ്റ് ഈസ് മേക്കിംഗ് എ ലോട്ട് ഓഫ് പിക്ചേഴ്സ് യൂസിങ് വേർഡ്സ്. ദേ ആർ കോൾഡ് വേർഡ് പിക്ചേഴ്സ്. ആ വേർഡ് പിക്ചേഴ്സിനെ ഇംഗ്ലീഷിൽ പോയറ്റിക് ഫീച്ചറിൻ്റെ രൂപത്തിൽ വിളിക്കുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കാണ് ഇമേജസ്. ഒരു പോയത്തിലെ ഇമേജ് എന്ന് പറഞ്ഞാൽ ഓർത്തണം, പോയത്തിലെ വരികൾ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന പിക്ചേഴ്സിനെ വിളിക്കുന്ന പേരാണ് ഇമേജസ് അല്ലെങ്കിൽ വേർഡ് പിക്ചേഴ്സ്. പിക്ചേഴ്സ് ദാറ്റ് ആർ കമ്മിങ് ടു അവർ മൈൻഡ് വെൻ വി റീഡ് എ പോയം ഈസ് കോൾഡ് വേർഡ് പിക്ചേഴ്സ് ഓർ ഇമേജസ്. പിക്ചേഴ്സ് ദാറ്റ് ആർ കമ്മിങ് ടു അവർ മൈൻഡ് വെൻ വി റീഡ് എ പോയം ഈസ് കോൾഡ് ഇമേജസ് ഓർ വേർഡ് പിക്ചേഴ്സ്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. പോയത്തിലെ ഓരോ വരികളും നമ്മൾ വായിച്ചു പോകുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന, സ്വാഭാവികമായും വരുന്ന ചിത്രങ്ങളെ വിളിക്കുന്ന പേരാണ് വാഗ്മയ ചിത്രങ്ങൾ അല്ലെങ്കിൽ വേർഡ് പിക്ചേഴ്സ്. ഇംഗ്ലീഷിൽ വിളിക്കുന്ന പേര് ഇമേജസ്. നിങ്ങൾ ഫസ്റ്റ് സ്റ്റാൻസ നോക്കുക. ഐ ഹേർഡ് 1,000 ബ്ലെൻഡഡ് നോട്ട്സ് വൈൽ ഇൻ എ ഗ്രോവ് ഐ സൈറ്റ് റിക്ലൈൻഡ്. ഈ പോയം തുടങ്ങിയപ്പോൾ നമ്മൾ കണ്ടു പോയറ്റ് വളരെ മനോഹരമായ ഒരു പൂന്തോട്ടത്തിലിരിക്കുകയാണ്, അല്ലേ? വളരെ മനോഹരമായ പൂന്തോട്ടത്തിലിരിക്കുന്നു എന്ന് വരി നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു പുള്ളിക്കാരൻ ഒരു പൂന്തോട്ടത്തിലിരിക്കുന്നത്, അല്ലേ?
നമ്മുടെ മനസ്സിൽ കാണാൻ പറ്റുന്നുണ്ട് ഒരു പൂന്തോട്ടം, ഇഷ്ടംപോലെ ചെടികൾ, ഇഷ്ടംപോലെ പൂക്കൾ, അതിന് നടുക്കൊരു മനുഷ്യനിരിക്കുന്നു. ആ ചിത്രം നമുക്ക് മനസ്സിൽ കാണാൻ പറ്റും. ഈ പോയറ്റിന് പടം വരച്ച് വെക്കാൻ പറ്റത്തില്ല, അദ്ദേഹത്തിൻ്റെ വരികൾ എഴുതാനേ പറ്റുള്ളൂ. പക്ഷേ ആ വരികൾ കൊണ്ട് തന്നെ നമ്മുടെ മനസ്സിൽ ആ ചിത്രം തെളിഞ്ഞു വന്നു. ഒരു പോയറ്റ്, ഒരു മനുഷ്യൻ, ഒരു പൂന്തോട്ടത്തിലിരിക്കുന്ന ഒരു പിക്ചർ നമ്മുടെ മനസ്സിൽ തന്നെ വന്നു. ആ മനസ്സിൽ വന്നത് ഏത് കഴിവ് കൊണ്ടാണ്? ഈ പോയറ്റ് എഴുതിയിരിക്കുന്ന ഈ വാക്കുകളുടെ കഴിവ് കൊണ്ടാണ്, അല്ലേ? അങ്ങനെ പോയറ്റ് അല്ലെങ്കിൽ കവികൾ വാക്കുകൾ കൊണ്ട് മനോഹരമായ ചിത്രങ്ങൾ വരയ്ക്കുകയാണ്, വേർഡ് പിക്ചേഴ്സ്. അതാണ് ഈ പറഞ്ഞ ഇമേജസ്. നിങ്ങളോട് ചോദിക്കാം, ഈ വരികളിലെ ഒരു ഇമേജ് കണ്ടുപിടിച്ച് തരാൻ പറയാം, പരീക്ഷിക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ലൈൻസ് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിൽ കാണാൻ പറ്റുന്ന തരത്തിലുള്ള ചിത്രങ്ങളുണ്ടെങ്കിൽ അതാണ് ഇവിടുത്തെ ഇമേജ്. ഇവിടെ നോക്കിയേ, സെക്കൻഡ് ലൈൻ, വൈൽ ഇൻ എ ഗ്രവ് ഐ സെയ്റ്റ് റിക്ലൈൻഡ്. ഒരു പൂന്തോട്ടത്തിൽ ഞാൻ ചാരിയിരിക്കുന്നു. നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കുമല്ലോ, അങ്ങനെ ഒരു ചിത്രം നമുക്ക് സ്വാഭാവികമായിട്ടും കാണാൻ പറ്റും. ഒരാൾ സ്വസ്ഥമായിട്ട് ചാരി ഒരു പൂന്തോട്ടത്തിലിരിക്കുന്നു. ആ ചിത്രം നമ്മുടെ മനസ്സിലേക്ക് വരും. അങ്ങനെ മനസ്സിലേക്ക് വരുന്ന ചിത്രമാണ് എന്തിൻ്റെ എക്സാമ്പിൾ? ഇമേജിൻ്റെ എക്സാമ്പിൾ. ക്ലിയർ ആണല്ലോ? അതൊരു ഇമേജ് ആണ്. ഐ ഗ്രോ ഇൻ എ ഗ്രോ ഐ സൈറ്റ് റിക്ലൈൻഡ് എന്നുള്ളത് ഒരു ഇമേജാണ്. ഇനി നമ്മൾ നോക്കാം, തേർഡ് സ്റ്റാൻസ നോക്കിയാൽ അറിയാം. തേർഡ് സ്റ്റാൻസ, ത്രൂ primrose tuss in that green bower the periwinkle trailed its wreaths, and it's my faith that every flower enjoys the air it breathes. അത് മുഴുവൻ ചിത്രങ്ങളാണല്ലേ. പ്രിംറോസ് എന്നുള്ള ചെടിയുടെ പൂവിൻ്റെ പുതിയ ബ്രാഞ്ചുകൾ വളർന്നു വരുന്നു. നമ്മുടെ മനസ്സിലേക്ക് ആ ചിത്രം വരും. ഒരു ഗ്രീൻ ബവർ, പച്ച നിറത്തിലുള്ള വള്ളികൾ ചെടികൾ പടർന്നു കയറിയ ഒരു കൂടാരം നമുക്ക് മനസ്സിൽ കാണാൻ സാധിക്കും. പെരിവിങ്കിൾ എന്നുള്ള ചെടിയിൽ നിറയെ പൂക്കൾ, ഇഷ്ടംപോലെ പൂക്കൾ നിറഞ്ഞ പെരിവിങ്കിൾ എന്നുള്ള ചെടി ചുറ്റിപ്പടർന്നു പോകുന്നത് നമുക്ക് മനസ്സിൽ കാണാൻ സാധിക്കും. എല്ലാ പൂക്കളും എൻജോയ്സ് ദെയർ, കാറ്റിൽ ആടുന്ന പൂക്കളുടെ ചിത്രം നമ്മുടെ മനസ്സിൽ കാണാൻ സാധിക്കും. ഇതെല്ലാം വേർഡ് പിക്ചേഴ്സ് ആണല്ലേ. ഈ പിക്ചേഴ്സ് എല്ലാം നമ്മൾ മനസ്സിൽ കാണുമെന്ന് പോയറ്റിനറിയാം. ആ മനസ്സിൽ കാണാൻ വേണ്ടി തന്നെ അദ്ദേഹം വാക്കുകൾ കൊണ്ട് ഈ ചിത്രങ്ങൾ വരച്ച് വെച്ചേക്കുകയാണ്. പെയിൻറ് കൊണ്ടല്ല, ബ്രഷ് കൊണ്ടല്ല, പെൻസിൽ കൊണ്ടല്ല, പേന കൊണ്ടല്ല, മറിച്ച് വാക്കുകൾ കൊണ്ടല്ലേ, വേർഡ്സ് കൊണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ബ്യൂട്ടിഫുൾ ഇമേജസ് ആണ് ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം. അപ്പം നിങ്ങൾക്ക് ഈ തേർഡ് സ്റ്റാൻസയിലെ വേർഡ് പിക്ചേഴ്സ് എഴുതാൻ പറഞ്ഞാൽ ഇഷ്ടംപോലെ ഉണ്ട്. പെരിവിങ്കിള്, പ്രിംറോസ്, ഗ്രീൻ ബവർ, റീത്ത്, ഫ്ലവർ, ഓൾ ദീസ് ആർ തിങ്സ് ദാറ്റ് യു ക്യാൻ സീ ഇൻ യുവർ മൈൻഡ്. നമ്മുടെ മനസ്സിൽ കാണാൻ സാധിക്കുന്ന പിക്ചേഴ്സാണ് ഇതെല്ലാം. അതുകൊണ്ട് ഇതെന്തിൻ്റെ എക്സാമ്പിളാണ്? ഇമേജസിൻ്റെ എക്സാമ്പിളാണ്. ക്ലിയർ ആയല്ലോ? ഈ ഇമേജസിൽ തന്നെ നമുക്ക് പല തരത്തിലുണ്ട് ഇമേജസ്. ചിത്രങ്ങളെ പല രീതിയിൽ നമുക്ക് ഈ കവിതകളിൽ ഉപയോഗിക്കാം. നിങ്ങൾ ഒരുപക്ഷെ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. അന്ന് നിങ്ങൾ പഠിച്ചിട്ടുള്ളത് ഓർക്കുന്നുണ്ടെങ്കിൽ 5 തരത്തിലുള്ള ഇമേജുകൾ നിങ്ങൾ അന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അവയുടെ പേരെന്ന് പറയാം. ഫസ്റ്റ് വൺ വിഷ്വൽ ഇമേജ്, സെക്കൻഡ് വൺ ഓഡിറ്ററി ഇമേജ്, തേർഡ് വൺ ടാക്ടൈൽ ഇമേജ്, ഫോർത്ത് വൺ ഓൾഫാക്ടറി ഇമേജ്, ഫിഫ്ത്ത് വൺ ഗസ്റ്റേറ്ററി ഇമേജ്. വിഷ്വൽ ഇമേജ്, ഓഡിറ്ററി ഇമേജ്, ടാക്ടൈൽ ഇമേജ്, ഓൾഫാക്ടറി ഇമേജ്, ഗസ്റ്റേറ്ററി ഇമേജ്. ഓർക്കുന്നുണ്ടോ ഇതൊക്കെ? ഒരിക്കൽ കൂടി ഞാൻ പറയാം. വിഷ്വൽ ഇമേജ്, ആ വാക്കിനകത്ത് തന്നെ ഉണ്ട് വിഷൻ. എന്താണ് വിഷൻ? നമ്മൾ കാണുന്ന കാഴ്ചയാണല്ലേ. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലത്തെ എക്സാമ്പിൾസ് എല്ലാം ഈ വാക്കുകൾ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പടങ്ങളായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നവയാണ് വിഷ്വൽ ഇമേജസ്. ഒരു ഫ്ലവർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഫ്ലവറിനെ നമുക്ക് കാണാൻ സാധിക്കും, ആണല്ലോ. നേരത്തെ പറഞ്ഞ പോലെ എ ബ്യൂട്ടിഫുൾ വുമൺ എന്ന് പറയുമ്പോൾ ഒരു പെൺകുട്ടിയുടെ ചിത്രം നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ പിക്ചറായിട്ട് തന്നെ നമ്മുടെ മനസ്സിൽ കാണാൻ സാധിക്കുന്ന ഇത്തരത്തിലുള്ള ഇമേജസിനെ വിളിക്കുന്ന പേരാണ് വിഷ്വൽ ഇമേജസ്. വിഷ്വൽ ഇമേജസ്. സെക്കൻഡ് വൺ ഓഡിറ്ററി ഇമേജ്. ആ വാക്കിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കും. യു നോ ദ മീനിങ് ഓഫ് ഓഡിയോ. വാട്ട് ഈസ് ഓഡിയോ ആൻഡ് വീഡിയോ? അറിയാമല്ലോ, ഓഡിയോ എന്താണ്? ശബ്ദം അല്ലേ. അപ്പോൾ ഏതെങ്കിലും വേർഡ് പിക്ചർ വായിക്കുമ്പോൾ അത് ശബ്ദവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ്
ഓഡിറ്ററി ഇമേജ്. ശബ്ദവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് ഓഡിറ്ററി ഇമേജ്. ഫോർ എക്സാമ്പിൾ, ദ ഹിസിങ് സൗണ്ട് ഓഫ് ദ സ്നേക്ക് ഫ്രൈറ്റൻഡ് ദ ഡോക്ടർ. ദ ഹിസിങ് സൗണ്ട് ഓഫ് ദ സ്നേക്ക് ഫ്രൈറ്റൻഡ് ദ ഡോക്ടർ എന്നൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കുക. പാമ്പിൻ്റെ ഹിസിങ് സൗണ്ട്, പാമ്പ് ചീറ്റുന്നൊരു സ്വരമുണ്ടല്ലോ, ആ സ്വരം കേട്ടപ്പോൾ ആ ഡോക്ടർ പേടിച്ചു എന്ന് പറയുക എന്നൊരു ലൈനിൽ എഴുതി വെച്ചിരിക്കുന്ന വിചാരിക്കുക. ഒരു കവിതയുടെ 2 ലൈനാണെന്ന് വിചാരിക്കുക. ദ ഹിസിങ് സൗണ്ട് ഓഫ് ദ സ്നേക്ക് ഫ്രൈറ്റൻഡ് ദ ഡോക്ടർ. അവിടെ പാമ്പ് ഹിസ് ചെയ്യുന്ന അല്ലെങ്കിൽ പാമ്പ് ചീറ്റുന്ന സ്വരം എന്ന് പറയുമ്പോൾ ആ സ്വരം നമുക്ക് മനസ്സിൽ കേൾക്കാൻ സാധിക്കും അല്ലേ? അപ്പോൾ അവിടെ നമ്മുടെ മനസ്സിലേക്ക് വന്നത് പാമ്പിൻ്റെ ചിത്രമാണെങ്കിലും അതിൻ്റെ ഒപ്പം വന്നത് എന്താണ്? പാമ്പ് ചീറ്റുന്ന സ്വരമാണ് അല്ലേ? അപ്പോൾ പാമ്പ് ചീറ്റുന്ന സ്വരം പോലും കവിക്ക് വാക്കുകൾ കൊണ്ട് ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ മനസ്സിലേക്ക് പറഞ്ഞാൽ പാമ്പ് ചീറ്റുന്ന സ്വരം വരും അല്ലേ? അങ്ങനെ കവികൾക്ക് ശബ്ദങ്ങൾ കൂടി ഇതുപോലെ വാക്കുകൾ കൊണ്ട് പ്രകടിപ്പിക്കാൻ സാധിക്കും. അങ്ങനെ ഓഡിയോ അല്ലെങ്കിൽ ശബ്ദങ്ങൾ ഇതുപോലെ വാക്കുകളുടെ സഹായത്തോടു കൂടി ഉപയോഗിച്ചിരിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ഓഡിറ്ററി ഇമേജ്. ഓഡിറ്ററി ഇമേജ് അല്ലേ? ഫോർ എക്സാമ്പിൾ, ദ സൗണ്ട് ഓഫ് വാട്ടർഫോൾ, ദ സൗണ്ട് ഓഫ് വെഹിക്കിൾസ്. അപ്പോൾ ശബ്ദവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള എക്സാമ്പിൾസ് എന്ത് പറഞ്ഞാലും അതിനകത്ത് ശബ്ദങ്ങളുണ്ടെങ്കിൽ അത് എന്തിൻ്റെ എക്സാമ്പിൾ ആയിരിക്കും? ഓഡിറ്ററി ഇമേജസ് ആയിരിക്കും. നമുക്ക് ഫസ്റ്റ് സ്റ്റാൻസ ഒന്ന് പരിശോധിക്കാം. ഫസ്റ്റ് സ്റ്റാൻസയിലെ ഫസ്റ്റ് ലൈൻ തന്നെ നോക്കുക. I heard 1,000 blended notes. I heard 1,000 blended notes. ഞാൻ ആയിരക്കണക്കിന് പലതരത്തിലുള്ള ശബ്ദങ്ങൾ, മ്യൂസിക്കൽ ശബ്ദങ്ങൾ കേട്ടു എന്നാണ് പറയുക അല്ലേ? പലതരത്തിലുള്ള സംഗീതാത്മകമായ നിരവധി ശബ്ദങ്ങൾ ഞാൻ കേട്ടു. അതിൽ തന്നെ വ്യക്തമാണ് അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? കേൾവിയുമായി ബന്ധപ്പെട്ടതാണ്. പോയിറ്റ് കേട്ട കാര്യമാണ്, ഓഡിയോ ആയിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. കേട്ട കാര്യമായതുകൊണ്ട് അത് എന്തിൻ്റെ എക്സാമ്പിളാണെന്ന് പറയാൻ സാധിക്കും? ഇറ്റ് ഈസ് ആൻ ഓഡിറ്ററി ഇമേജ്. ഐ ഹേർഡ് 1,000 ബ്ലെൻഡഡ് നോട്ട് എന്നുള്ളത് എന്ത് എക്സാമ്പിളാണ്? ഓഡിറ്ററി ഇമേജാണ്. അടുത്ത ഒരു തരം ഇമേജ് ഉണ്ട്, ടാക്ടൈൽ ഇമേജ്. എന്താണ് ടാക്ടൈൽ ഇമേജ്? നമുക്ക് അറിയാം 5 സെൻസുകളാണ് നമുക്കുള്ളത്. സെൻസ് ഓർഗൻസ് പഠിച്ചിട്ടുണ്ടല്ലോ. 5 സെൻസ് ഓർഗൻസ്. നമ്മുടെ കണ്ണ്, മൂക്ക്, നാക്ക്, നമ്മുടെ ത്വക്ക്, ശരീരത്തിൽ ത്വക്ക് എന്ന് പറഞ്ഞാൽ തൊലി അല്ലേ, സ്കിൻ. അതുപോലെ നമ്മുടെ മൂക്ക് അല്ലേ, കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ഒന്ന് വിട്ടുപോയല്ലോ, ചെവി. യെസ്. വിഷ്വൽ എന്ന് പറഞ്ഞാൽ കാഴ്ചയുമായി ബന്ധപ്പെട്ടാണ് അല്ലേ, കണ്ണുമായി ബന്ധപ്പെട്ടത്. ഓഡിറ്ററി എന്ന് പറഞ്ഞാൽ കേൾവിയുമായി ബന്ധപ്പെട്ട് ചെവി. അടുത്തത് ടാക്ടൈൽ എന്ന് പറഞ്ഞാൽ സ്കിന്നുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ, നമ്മുടെ ത്വക്കുമായി ബന്ധപ്പെട്ട, ശരീരവുമായി ബന്ധപ്പെട്ട, ശരീരത്തിലെ നമ്മുടെ ബോഡിയുടെ സ്കിന്നുമായി ബന്ധപ്പെട്ട ഒരു പോയറ്റിക് ഫീച്ചറാണ് ടാക്ടൈൽ ഇമേജ്. മറ്റ് 2 എക്സാമ്പിൾ കൂടി ഞാൻ പറഞ്ഞിട്ട് ഇത് ടാക്ടൈലിലേക്ക് വരാം. കാരണം ആ 2 എക്സാമ്പിളുകളും ഈ പോയറ്റിൽ നമുക്ക് അധികം ഉപയോഗം വന്നിട്ടില്ല. എങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയാം. ഒന്ന് ഓൾഫാക്ടറിയും അടുത്തത് ഗസ്റ്റേറ്ററിയും. ഓൾഫാക്ടറി എന്ന് പറഞ്ഞാൽ സ്മെല്ലുമായി ബന്ധപ്പെട്ടാണ്, നമ്മുടെ മൂക്കിൽ കൂടി അനുഭവിക്കുന്ന സ്മെല്ലുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഇമേജസ് ഉണ്ടെങ്കിൽ അതെന്ത് ഇമേജാണ്? ഓൾഫാക്ടറി ഇമേജസ് ആണ്. ഇവിടെ നമുക്ക് ഓർക്കുക, സെക്കൻഡ് തേർഡ് സ്റ്റാൻസയിൽ കുറേ പൂക്കളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ. പൂക്കളുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിന് പൂക്കളുടെ മണത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അത് ഓൾഫാക്ടറി ഇമേജ് അല്ലാത്തത്. പൂക്കളുടെ സ്മെല്ലിനെക്കുറിച്ച് ഞാൻ പൂക്കളുടെ സ്മെല്ല് ആസ്വദിച്ചു എന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അത് ഓൾഫാക്ടറി ഇമേജ് ആയേനെ. ഓർത്തിരിക്കുക, മണവുമായി ബന്ധപ്പെട്ട ഇമേജസ് ആണ് ഓൾഫാക്ടറി ഇമേജസ്. നെക്സ്റ്റ് വൺ, ഗസ്റ്റേറ്ററി ഇമേജ്. വാട്ട് ഈസ് ഗസ്റ്റേറ്ററി ഇമേജ്? അടുത്ത സെൻസ് ഓർഗനായ നമ്മുടെ നാക്ക് അല്ലേ, ടേസ്റ്റുമായി ബന്ധപ്പെട്ട, രുചിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യം അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, പോയത്തിലുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഗസ്റ്റേറ്ററി ഇമേജ്. ആ തണുത്ത മധുരമുള്ള ഐസ്ക്രീം ഞാൻ വാരി കുടിച്ചു എന്ന് ഓർക്കുക. ആ തണുത്ത മധുരമുള്ള ഐസ്ക്രീം ഞാൻ വാരി കുടിച്ചു എന്ന് ഓർക്കുമ്പോൾ അവിടെ എന്താണ്? നമുക്ക് ആ തണുപ്പ് ഫീൽ ചെയ്യാൻ പറ്റും, മധുരം ഫീൽ ചെയ്യാൻ പറ്റും. അത് നമ്മൾ ഫീൽ ചെയ്യുന്നത് നമ്മുടെ നാക്ക് ഉപയോഗിച്ചിട്ടാണ്. സോ വാട്ട് കൈൻഡ് ഓഫ് എക്സാമ്പിൾ ഇസ് ദാറ്റ്? ഇറ്റ് ഈസ്
ഗസ്റ്റേറ്ററി ഇമേജ്. തൽക്കാലം ഈ 2 പോയത്തിൽ നമുക്ക് ആ 2 എക്സാമ്പിൾസ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടില്ല, അതുകൊണ്ട് നമുക്കത് വിടുകയാണ്. നമുക്ക് തേർഡ് വണ്ണിലേക്ക് വരാം. ടാക്റ്റൈൽ ഇമേജ്. ഞാൻ പറഞ്ഞു സ്കിന്നുമായി ബന്ധപ്പെട്ട ഇമേജാണ് ടാക്റ്റൈൽ ഇമേജ് അല്ലേ. ഈ പോയതുങ്ങളിൽ എവിടെയെങ്കിലും നമ്മൾ ടാക്റ്റൈൽ ഇമേജ് കണ്ടിട്ടുണ്ടോ എന്ന് നോക്കാവോ? നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഇമേജസ്, ടാക്റ്റൈൽ ഇമേജസ് ഉണ്ടാവും നോക്കാം. സെക്കൻഡ് ലാസ്റ്റ് സ്റ്റാൻസയിൽ നിങ്ങൾ നോക്കിയാൽ കാണാം, ദ ബഡിങ് ട്വിഗ്സ് സ്പ്രെഡ് ഔട്ട് ദെയർ ഫാൻ ടു ക്യാച്ച് ദ ബ്രീസി എയർ. ദ ബഡിങ് ട്വിഗ്സ് സ്പ്രെഡ് ഔട്ട് ദെയർ ഫാൻ ടു ക്യാച്ച് ദ ബ്രീസി എയർ. ഇളം കാറ്റ്, ബ്രീസ്, വളരെ തണുത്ത ഇളം കാറ്റ് അനുഭവിക്കാൻ വേണ്ടി ഇലകളും പൂക്കളും എന്ത് ചെയ്തു? അവയുടെ പുതിയ നാമ്പുകളായ ഇലകളും പൂക്കളുടെ ഇതളുകളും പുറത്തേക്ക് നീട്ടി. എന്തിനെ അനുഭവിക്കാൻ? എയറിനെ അനുഭവിക്കാൻ, കാറ്റിനെ അനുഭവിക്കാൻ. നമ്മൾ കാറ്റ് അനുഭവിക്കുന്നത് നമ്മുടെ മൂക്കിൽ കൂടെയാണോ, കണ്ണിൽ കൂടെയാണോ? അല്ല, നമ്മുടെ ശരീരത്തിൽ കൂടെയാണ് അല്ലേ, നമ്മുടെ സ്കിന്ന് വഴിയാണ്. നമ്മുടെ സ്കിന്ന് നമ്മുടെ എ സിയുടെ മുമ്പിൽ പോയി എന്നാൽ അറിയാം, തണുത്ത കാറ്റ് നമ്മുടെ ദേഹത്തേക്ക് വീശുമ്പോൾ നമ്മൾ ഫീൽ ചെയ്യുന്നത് നമ്മുടെ സ്കിന്ന് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ ഈ ബ്രീസി എയർ, ഇളം കാറ്റ് നമ്മൾ ഫീൽ ചെയ്യുന്നത് നമ്മുടെ സ്കിന്ന് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ശരീരത്തിൽ കൂടി ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമ്പിളാണ് ടു ക്യാച്ച് ദ ബ്രീസി എയർ. അത് എന്തിൻ്റെ എക്സാമ്പിളായിരിക്കും സ്വാഭാവികമായിട്ടും? അതാണ് ടാക്റ്റൈൽ ഇമേജ്. ശരീരവുമായി ബന്ധപ്പെട്ട് ത്വക്കിൽ കൂടി അനുഭവിക്കാൻ പറ്റുന്ന അനുഭവങ്ങളുടെ, വികാരങ്ങളുടെ എക്സാമ്പിൾസിനെ വിളിക്കുന്ന പേരാണ് ടാക്റ്റൈൽ ഇമേജസ്. അതുകൊണ്ട് ഈ എക്സാമ്പിൾ നോക്കിയിരിക്കുക, ഓർത്തിരിക്കുക. ദ ബഡിങ് ട്വിഗ്സ് സ്പ്രെഡ് ഔട്ട് ദെയർ ഫാൻ ടു ക്യാച്ച് ദ ബ്രീസി എയർ. കാറ്റ് അനുഭവിക്കാൻ വേണ്ടി, ആ കാറ്റിൻ്റെ അനുഭവം എന്ന് പറയുന്നത് ശരീരത്തിൽ അനുഭവിക്കുന്നതായതുകൊണ്ട് അത് എന്ത് എക്സാമ്പിളാണ്? യെസ്, ടാക്റ്റൈൽ ഇമേജസ്. അപ്പോൾ 3 തരം ഇമേജുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. വിഷ്വൽ ഇമേജസ് നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഫോർ എക്സാമ്പിൾ ഗാർഡൻ, ദ പോയറ്റ് സിറ്റിംഗ് ഇൻ എ ഗാർഡൻ, ഫ്ലവേഴ്സ്, ഗ്രീൻ ബവർ, എക്സെട്ര എക്സെട്ര. ദെൻ ഓഡിറ്ററി, ശബ്ദവുമായി ബന്ധപ്പെട്ടതാണ്. നമ്മൾ ഓഡിയോ കേട്ടു, ഐ ഹേർഡ് 1000 ബ്ലെൻഡഡ് നോട്ട്സ്. ആയിരക്കണക്കിന് ശബ്ദങ്ങൾ ഞാൻ കേട്ടു എന്ന് പോയിട്ട് പറയുമ്പോൾ അത് ശബ്ദവുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് അതെന്ത് ഇമേജാണ്? ഓഡിറ്ററി ഇമേജാണ്. തേർഡ് വൺ ടാക്റ്റൈൽ ഇമേജ്, നമ്മുടെ ശരീരത്തിൽ അനുഭവിക്കുന്ന ഇമേജാണ്. നമ്മുടെ ശരീരത്തിലെ ത്വക്കുകൊണ്ട്, സ്കിന്നുകൊണ്ട് അനുഭവിക്കുന്നത്. തണുപ്പ്, ചൂട്, അല്ലെങ്കിൽ ഇടിക്കുക, ഹിറ്റ് ചെയ്യുക, വേദനിക്കുക, ഇതെല്ലാം നമ്മുടെ ശരീരത്തിൽ അനുഭവിക്കുന്ന ഫീലിംഗ് ആയതുകൊണ്ട് അത്തരത്തെ എക്സാമ്പിളാണ് പഠിച്ചത്. ടാക്റ്റൈൽ ഇമേജ് എക്സാമ്പിൾ കണ്ടായിരുന്നു. ടു ക്യാച്ച് ദ ബ്രീസി എയർ എന്നുള്ളത്, കാറ്റ് അനുഭവിക്കുക എന്നുള്ളത് എന്ത് എക്സാമ്പിളാണ്? ടാക്റ്റൈൽ ഇമേജ്. So these are the images in this used in this poem. Okay.